മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് പുലി എത്തിയത്. പുലിയുടെ ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, മണ്ണാർമലയിലും ഇങ്ങനെ തുടർച്ചയായി പുലിയുടെ ദൃശ്യങ്ങൾ CCTV-യിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ്. പുലിയെ പിടിക്കാനുള്ള ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ലെന്നാണോ? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ അധികം നാളുകളായി ഈ പ്രദേശത്ത് പുലിയുടെ ശല്യം രൂക്ഷമാണ്. അത് പലതവണ അധികൃതരെ ഈ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ അറിയിച്ചതാണ്. മന്ത്രിക്കും കളക്ടർക്കും DFOക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ പലതവണ ഇത് പറഞ്ഞതാണ്. പക്ഷേ അതിന് ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം. ഇന്നിപ്പോൾ പുലർച്ചെ 3:36-നും 3:44-നും 3:50-നുമായി 3 തവണയാണ് ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഈ റോഡിന്റെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്നതാണ്, പിന്നീട് അത് തിരിച്ചു വരികയും വീണ്ടും ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ഈ സമീപത്ത് വനംവകുപ്പ് നിരന്തരമായ നാട്ടുകാരുടെ ആവശ്യപ്രകാരം സമീപത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് പുലിയെ പിടികൂടാനായി. പക്ഷെ ആ കൂടിന്റെ പരിസരത്ത് കൂടിയല്ല ഇത് പോകുന്നത്. അതിന് സമീപത്ത് കൂടി ആ കൂട്ടിലേക്ക് പോയി നോക്കുക പോലും ചെയ്യാതെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഇനി ആളുകൾ, പ്രദേശവാസികൾ പറയുന്നത് ഈ കൂട് വെച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം കുറെ അധികം നാളുകളായി ഈ കൂട് വെച്ചിട്ട്, പക്ഷെ അതിനകത്ത് പുലി കുടുങ്ങുന്നില്ല. അതിനപ്പുറത്തേക്ക് പുലി പിടികൂടാനുള്ള കൂടുതൽ നടപടികളിലേക്ക് പോകണമെന്നുള്ളതാണ്. കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തിച്ച് ഈ പുലിയെ പിടികൂടാനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ പല സമയങ്ങളിലും ആളുകൾ പുറത്തുള്ള സമയങ്ങളിലടക്കം ഈ പുലി ഈ പ്രദേശത്ത് വന്നു പോകുന്നതായി ആളുകൾ പറയുന്നുണ്ട്. ഈ വളർത്തുമൃഗം പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ഈ പുലിയെ എത്രയും വേഗം പിടികൂടണം എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉൾപ്പെടെയുള്ള DFO ഉൾപ്പെടെയുള്ളവർക്ക് ജില്ലാ കളക്ടറടക്കം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ എത്തിക്കുകയോ അല്ലെങ്കിൽ RRT അംഗങ്ങളെ എത്തിക്കുകയോ അല്ലെങ്കിൽ പരിശോധന നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം.